താമരശ്ശേരി ചുരം റോഡിൽ ഗതാഗത സ്തംഭനം പതിവായതോടെ ചുരം ബൈപ്പാസ് എന്ന ആവശ്യവും ശക്തമാവുകയാണ്. ചിപ്പിലിത്തോട്, മരുതിലാവ്, തളിപ്പുഴ 14 കിലോമീറ്റർ ദൂരമുള്ളതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ്. 2 തവണ സർവേ നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും മുന്നോട്ട് പോയില്ല. 17 ഹെക്ടർ വനഭൂമി ഏറ്റെടുത്താൽ റോഡ് നിർമ്മിക്കാം. അമിത പരിസ്ഥിതിവാദം ഉന്നയിച്ച് വികസന സാധ്യതകൾ കൊട്ടിയടക്കരുതെന്ന വാദം ഒരു വശത്ത് ഉയരുമ്പോൾ തന്നെയാണ് ഈ മെല്ലെപ്പോക്ക്. വയനാട് ചുരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഭാഗികമായോ പൂർണ്ണമായോ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബദൽ മാർഗം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമാവുന്നത്. പലതവണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ ചുരം ബദൽ റോഡ് എന്നുള്ള ആവശ്യത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്നത് മരുതിലാവ് തളിപ്പുഴ റോഡാണ്. ഇവിടുന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരം കൊണ്ട് തളിപ്പുഴയിൽ എത്താൻ കഴിയുന്ന ഒരു റോഡാണ്. ഇതിന്റെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരം ഇപ്പോൾ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്കുള്ള സ്ഥലം അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും വനവകുപ്പിന്റെ കൈവശമുള്ള 5 ഏക്കറോളം ഭൂമി കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ 12 ഏക്കറോളം ഭൂമി വയനാട് ജില്ലയിലുമായിട്ടാണുള്ളത്. ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ റോഡ് സുഖമായി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല. പ്രധാനമായും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ബദൽ പാത എന്നുള്ള ആലോചന ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ നിലയിൽ തന്നെയുള്ള ഒരു ബദൽ പാതയായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഉയർന്നു വരുന്നത്. അതേസമയത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും തുരങ്കപാത എന്നുള്ള ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് ഈ റോഡിന് ബദലാകില്ല എന്നുള്ള കാര്യം കൂടി നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായും അത്തരത്തിലുള്ള ആശങ്ക കൂടി നിങ്ങൾക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് എത്ര കാലങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നതാണ് ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡെന്ന് പറയുന്നത്. എത്രയോ തവണ ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് കൂടുകയും കാര്യങ്ങളൊക്കെ രമേശ് ജോസ് പിതാവ് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ MLA കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ മുതൽ പ്ലാൻ ചെയ്ത് എല്ലാ സ്റ്റേറ്റും 2 പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്തു പോയ കാര്യമാണ്. അത് കഴിഞ്ഞ് ഭരണം മാറി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ തുരങ്കപാതത്തിൻ്റെ പുറകെ പോയി. ഈ തുരങ്കപാത കൊണ്ട് നമുക്ക് ഈ റോഡിന് ഒരു ഗുണം കിട്ടുന്നില്ല. കാരണം ഓൾറെഡി ഈ റോഡിൻ്റെ തിരക്ക് നമുക്കറിയാം. എന്നും ഒരുപാട് വണ്ടികൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 3 ദിവസമായിട്ട് ഈ വയനാട് ഇങ്ങോട്ടുള്ള എല്ലാ ബന്ധവും നിശ്ചയിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. അത് തുരങ്കപാത മാത്രമല്ല, അത് ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ പാതയ്ക്ക് ഒരു ബദൽ പാത വേണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ വ്യാപാരി സമൂഹവും മുന്നോട്ട് വയ്ക്കുന്നത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.